ഹലോ ഫ്രണ്ട്സ്, വി കൃഷ്ണമൂർത്തി തിരക്കഥ എഴുതി സുധൻ ശങ്കർ സംവിധാനം ചെയ്ത 2025 റിലീസായ തമിഴ് മൂവിയാണ് മാരിസൺ. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ദയാലൻ വലിയൊരു മോഷണം നടത്താൻ തീരുമാനിക്കുന്നു. അയാൾ ഒരു ഒഴിഞ്ഞ വീട്ടിൽ അതിക്രമിച്ചു കയറുന്നു. അവിടെ അൽഷിമേഴ്സ് രോഗിയായ വേലായുധൻ പിള്ളയെ വിലങ്ങണിയിച്ച് കിടക്കുന്നതായി കണ്ടെത്തുന്നു. വേലായുധൻ പിള്ള ദയാലനെ തന്റെ മകൻ കുമാറായി ആദ്യം തെറ്റിദ്ധരിച്ചെങ്കിലും പിന്നീട് അത് തന്റെ മകനല്ലെന്ന് മനസ്സിലാകുന്നു. തന്നെ മോചിപ്പിച്ചാൽ പണം നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. പണം മോഷ്ടിക്കാൻ ഇതൊരു അവസരമായി കണ്ട ദയാലൻ വേലായുധനെ സഹായിക്കാൻ സമ്മതിക്കുന്നു. വേലായുധന്റെ വിശ്വാസം നേടിയെടുത്ത് ATM പിൻ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന ദയാലനും വേലായുധനും തമ്മിലുള്ള ഒരു റോഡ് യാത്രയായിട്ടാണ് കഥ മുന്നോട്ട് പോകുന്നത്. ഒരു റോഡ് മൂവിയിൽ നിന്ന് പെട്ടെന്നൊരു സസ്പെൻസ് ത്രില്ലറിലേക്ക് ഈ കഥ മാറുന്നു. വേലായുധൻ പിള്ള വെറുമൊരു അൽഷിമേഴ്സ് രോഗിയല്ലെന്നും ലൈംഗിക കുറ്റവാളികളെ ലക്ഷ്യം വെക്കുന്ന ഒരു പ്രതികാരദാഹിയാണെന്നും വെളിപ്പെടുന്നു. ലൈംഗിക അതിക്രമം, ശിശുപീഡനം തുടങ്ങിയ വിഷയങ്ങളിലേക്ക് കഥ മാറുന്നു. വേലായുധൻ പിള്ളയുടെ ഭാര്യ NGOയിൽ കുട്ടികളുടെ ഒരു കൗൺസിലർ ആയിരുന്നു. കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് കുട്ടികളെ ലൈംഗികമായി പലരും ഉപയോഗിച്ചു എന്നുള്ള സത്യം പുറത്തുവരുന്നു. കുട്ടികളോട് അത് കേസ് കൊടുക്കണം എന്ന് കൗൺസിലർ ആവശ്യപ്പെടുന്നു. അതിനിടയ്ക്ക് വെച്ചിട്ടാണ് വേലായുധന്റെ ഭാര്യയ്ക്ക് അൽഷിമേഴ്സ് രോഗം പിടിപെടുന്നത്. ഈ മറവി രോഗം അവർക്ക് രൂക്ഷമായതുകൊണ്ട് അവർക്ക് ഈ കേസുകളിൽ സാക്ഷി പറയാൻ സാധിക്കുന്നില്ല. സ്വന്തം ഭർത്താവിനെ പോലും മറക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് ഈ രോഗം മാറുന്നു. വേലായുധൻ പിള്ള തന്റെ ഭാര്യയുടെ മരണശേഷം ആ കുട്ടികളെ മോശമായി ഉപയോഗിച്ചവരെ തിരഞ്ഞു കണ്ടുപിടിച്ച് അവരെ കൊല്ലുന്നതാണ് ഈ സിനിമയുടെ ക്ലൈമാക്സ്. ചുരുക്കത്തിൽ അൽഷിമേഴ്സ് രോഗിയായ ഒരു വൃദ്ധനും ഒരു കള്ളനും തമ്മിലുള്ള അസാധാരണമായ ബന്ധത്തെക്കുറിച്ചിട്ടുള്ള ഒരു കോമഡി ഡ്രാമയായി ആരംഭിക്കുന്ന മാരിസൺ പിന്നീട് കുറ്റകൃത്യങ്ങളെയും ശിക്ഷയെയും കുറിച്ചുള്ള ഗൗരവമേറിയ ഒരു ത്രില്ലറായി മാറുന്നു. ഇതുപോലുള്ള മൂവീസ് ആൻഡ് വൺ ലൈൻ സ്റ്റോറീസ് അറിയാൻ നമ്മുടെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു ഫ്രണ്ട്സ്.